കോഴിക്കോട് ദിസ്നയുണ്ട് ഞങ്ങളുടെ പ്രതിനിധി. ദിസ്ന, വീട്ടിലെ അവസ്ഥ എന്താണ്? 10ാം ദിവസമാണ് തെരച്ചിൽ തുടരുന്നത്. വീട്ടുകാർ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നറിയാം. ആ നാട് കാത്തിരിക്കുകയാണ് എന്ന് അറിയാം. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെയായും ഉത്തരം കിട്ടിയിട്ടില്ല. അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയിട്ടുണ്ട്. അത് അർജുൻ്റെ ലോറി തന്നെയാണെന്നുള്ള സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. പക്ഷേ അർജുനെ കാണാനായി കാത്തിരിക്കുകയാണ് കുടുംബത്തോടൊപ്പം മലയാളികൾ എല്ലാവരും. ദിസ്ന, തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ണാടിക്കൽ ഗ്രാമം മുഴുവൻ അർജുൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടി ഇന്നേക്ക് 10 ദിവസമായിരിക്കുന്നു. വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ നാട്ടുകാർക്ക് മൊത്തം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും അർജുൻ്റെ പിതാവും മാതാവും ഒക്കെ തന്നെയും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അർജുൻ്റെ അമ്മ നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഏതൊരു സാഹചര്യത്തോടും ഞങ്ങൾ മാനസികമായി പൊരുത്തപ്പെടാൻ തയ്യാറായി എന്നത് തന്നെയാണ് അർജുൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. കൂടാതെ തന്നെ അർജുൻ്റെ സഹോദരി പറഞ്ഞത് അവസാനമായി ഒരു നോക്കെങ്കിലും അർജുനെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നൊരു കാര്യം തന്നെയാണ് അർജുൻ്റെ സഹോദരിയും പറഞ്ഞത്. എന്തായാലും അർജുൻ്റെ അയൽവാസി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. എന്തായാലും 10 ദിവസമായി തിരച്ചിൽ നടന്നിട്ട് ഒരു ഗ്രാമം മുഴുവൻ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഒരു ഗ്രാമം മുഴുവനല്ല, കേരള ജനത മുഴുവൻ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് നമുക്കറിയാവുന്നതാണ്. നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളുടെ ഈ മാധ്യമ സുഹൃത്തുക്കളെ പോലെ തന്നെ ഈ ഇന്ത്യ രാജ്യത്ത് മിക്കവാറും ഈ ദൃശ്യങ്ങൾ കാണാവുന്ന എല്ലാവർക്കും ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഈ അർജുൻ്റെ ട്രക്കും അർജുനയുടെയും ലഭിക്കും. അത് എത്രയും വേഗം അത് ലഭിക്കട്ടെ എന്നുള്ള ഒരു ആശയോടുകൂടി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഇന്നലെയും ഇന്നും ഉള്ള അനുഭവം വെച്ചിട്ട് നമുക്ക് നിരാശയാണ് ഇപ്പം വരുന്നത്. കാരണം ആരുടെയും കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥ ഇല്ലായ്മ കൊണ്ടോ ഒന്നുമല്ല. നമ്മൾക്ക് ഈ ഗംഗാവാലി പുഴയിൽ ഇന്ന് നടക്കുന്നത് വലിയ ദുഷ്കരമായുള്ള വിധത്തിലുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ആ കാലാവസ്ഥയെ അതിജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മെഷീനറികൾ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിരാശ മാറിക്കിട്ടും. ഒരു പ്രത്യാശയോടുകൂടി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഈ അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 by 1 ഒന്ന് കഴിഞ്ഞതിന് ശേഷം എന്നുള്ളതിന് പകരം അത് നിലനിൽക്കുന്ന സമയത്ത് ഒരു ബോത്ത് സൈഡ് നമ്മൾ ഈ നദിയിലും അതേപോലെ തന്നെ കരയിലും ആദ്യം തന്നെ നമ്മൾ ഈ രക്ഷാപ്രവർത്തനം, റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ നദിയിലുള്ള ഈ പ്രയാസം നമുക്ക് മുന്നേ തന്നെ കണ്ടെത്തി നമുക്ക് അത് നേരിട്ട് മനസ്സിലാക്കി ആ അർജുൻ്റെ ട്രക്കും അർജുനെയും വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിയുമായിരുന്നു എന്ന് പറയുന്നില്ല, എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമുക്കിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ദിവസങ്ങളും നമുക്കിങ്ങനെ പോവുകയാണ്. നമ്മളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് അത്യാധുനിക യന്ത്രങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ യന്ത്രങ്ങളോട് കൂടി ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ കണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആരെയും ചിലപ്പം കോർഡിനേഷനിലോ മറ്റോ എന്തെങ്കിലും ആദ്യ മണിക്കൂറിൽ പഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം വളരെ ആത്മാർത്ഥത്തോടെയും വളരെ ജാഗ്രതയോടു കൂടിയും അവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും നമുക്ക് അർജുനെ കണ്ടെത്താനോ അർജുൻ്റെ ട്രക്ക് കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രയാസം മാത്രമാണുള്ളത്. ഈ നാട്ടിലുള്ള എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമാണ് പറയാനുള്ളത്. ആ കുടുംബത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ മാനസികാവസ്ഥ നമുക്കൊരിക്കലും വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. പക്ഷേ ആ പിതാവിനെ ഒക്കെ തന്നെയും ഇന്ന് രാവിലെ കൂടി താങ്കൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതിൽ അർജുൻ്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് അയാൾക്ക് വിതുമ്പൽ ഒതുക്കാൻ കഴിയാത്ത രൂപത്തിലായപ്പം ഞാൻ അതിൽ നിന്ന് മെല്ലെ പിന്മാറിക്കൊണ്ട് ഒഴിവാക്കിയതാണ്. കാരണം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് അവിടെയുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അതൊരു ശരിയായുള്ള രംഗം അല്ല
വരിക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ളവരും അത് കണ്ടിട്ട് ആ ഇതുവരെ നിന്ന് ആ മാനസികാവസ്ഥയിൽ നിന്നും വ്യതിചലിച്ച് പോയാൽ നമ്മളുടെ താളം തെറ്റും. അപ്പോൾ ആ വിധത്തിലേക്ക് പോകാൻ ഒരിക്കലും പാടില്ല. നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ഈ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോയാലേ നമുക്ക് ഇനിയും ഈ അർജുനെ ആ ട്രക്കും കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളുടെ എല്ലാ നമ്പരങ്ങളും മനസ്സിലൊതുക്കിക്കൊണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രത്യാശയോടുകൂടിയും മുന്നോട്ട് പോവുകയാണ്. അനിൽ, ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി തന്നെയാണ് ഒരു ഗ്രാമം മുഴുവൻ ട്രക്ക് കണ്ടെത്തി ആ ട്രക്ക് അർജുൻ ഓടിച്ചത് തന്നെയാണ് എന്ന സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നാട്ടുകാരിൽ പലരും അത് വിശ്വസിക്കുന്നില്ല എന്നാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഈ ട്രക്ക് കണ്ടെത്തി എന്നൊരു സൂചനയുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളമാണ് നിങ്ങൾ വിശ്വാസരാണോ? അല്ല, നമ്മൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളവിടെ സ്ഥലത്തില്ല. ആ നിലയ്ക്ക് നമ്മൾ അവിശ്വസിക്കേണ്ടതായ കാര്യമില്ല. പിന്നെ അതിൽ വല്ല പാളിച്ചകളും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കാലാവസ്ഥയുടെയും ആ ഗംഗാവാലി പുഴയുടെ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പം എന്തെങ്കിലും വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഉള്ള സാഹചര്യം അനുസരിച്ച് നാളെ ചെയ്യുന്ന റെസ്ക്യൂ എന്തൊക്കെ മിഷനറി വേണോ ആ മിഷനറികളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതും കൂടെ സജ്ജമാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഇതല്ല, എനിവേ നാളെ ഈ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഇന്ന് ഉദ്ദേശിച്ച വിധത്തിലല്ല അതിനെന്തെങ്കിലും ഒരു നിരാശ നേടുന്ന ഒന്ന് അനുമാനിക്കാൻ കഴിയുകയാണെങ്കിൽ അപ്പം തന്നെ മറ്റൊരു ഫോം വഴി കണ്ടെത്തണം. അത് ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മിഷനറികളെല്ലാം സാധ്യമായതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെസ്ക്യൂ ടീം തയ്യാറാവണം എന്നാണ് പറയാനുള്ളത്. കാരണം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പോയതുപോലെ ഇപ്പം 10 നാൾ കഴിഞ്ഞു, 100 ചില്ലാൻ മണിക്കൂർ ഇതിനു വേണ്ടി പോയി. അങ്ങനെ ഒരു നിമിഷം പോലും പോകാത്ത വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കാണെങ്കിൽ നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ടാവും. കാരണം അർജുനെയും ആ ട്രക്കും കണ്ടെത്തും എന്ന് ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. ആ പ്രതീക്ഷ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ അർപ്പിക്കുന്നു. തീർച്ചയായും അത്തരത്തിൽ വലിയൊരു പ്രാർത്ഥന തന്നെയാണ് ഇവർക്കുള്ളത്. അർജുൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്നാൽ ആ പ്രതീക്ഷകൾക്കൊക്കെ തന്നെയും മങ്ങലേറ്റിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും വളരെ വൈകാരികതയോടെയാണ് നാട്ടുകാരൊക്കെ തന്നെയും പ്രതികരിക്കുന്നത്. നാടിന് പ്രിയപ്പെട്ട ഒരുവനായിരുന്നു അർജുൻ. 19 വയസ്സിൽ കുടുംബം പോറ്റുവാൻ വേണ്ടി വളയം പിടിച്ച് ദൂരദേശത്തേക്ക് പോയ ഒരാൾ, കൂടാതെ തന്നെ കുടുംബത്തിന്റെ എല്ലാ ബാധ്യതയും ഏറ്റെടുത്തിരുന്ന ഒരാൾ. അടുത്ത മാസം സഹോദരിയുടെ നിശ്ചയമടക്കമുള്ള ചടങ്ങുകൾ ആ വീട്ടിൽ നടക്കേണ്ടതാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും താൻ വന്നതിനു ശേഷം നടത്താമെന്ന് അച്ഛനോട് അർജുൻ പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് ആ പിതാവ് പറയുന്നത്. അവരുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും വാക്കുകളിലൂടെ പറയാൻ സാധിക്കില്ല അനിൽ നമ്പ്യാർ. എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇവർക്കുള്ളത്. ഇവർ പ്രധാനമായും പറയുന്നത് അർജുൻ മടങ്ങി വരും എന്ന് തന്നെയാണ്, മടങ്ങി വരണം എന്ന് തന്നെയാണ് നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത്. കണ്ണാടിക്കൽ ഗ്രാമം മുഴുവൻ അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ.